നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീ പാർവതി. ഇപ്പോൾ സ്ത്രീകളിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒന്നാണ് ബ്രസ്റ്റ് ക്യാൻസർ. സ്ത്രീകളിൽ മാത്രമല്ല പുരുഷന്മാരിലും കണ്ടുവരാറുണ്ട്. ബ്രസ്റ്റ് ക്യാൻസറിന്റെ കോമൺ ആയിട്ടുള്ള ആദ്യകാല ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. പൊതുവെ 40 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളിലാണ് കണ്ടുവരുന്നതെങ്കിലും ഇപ്പോൾ കോമൺ ആയിട്ട് നമ്മുടെയൊക്കെ ജീവിതശൈലിയുടെ ഭാഗമായിട്ട് ചെറുപ്പക്കാരിലും ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുവരാറുണ്ട്. ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് ബ്രസ്റ്റിൽ ഉണ്ടാവുന്ന മുഴയാണ്. ബ്രസ്റ്റിലോ അല്ലെങ്കിൽ കക്ഷത്തിന്റെ ഭാഗത്തോ ഉണ്ടാവുന്ന മുഴ. ഇത്തരത്തിലുള്ള മുഴകളെല്ലാം തന്നെ ക്യാൻസർ ആവണമെന്ന് നിർബന്ധമില്ല. ചിലത് ബിനൈൻ ട്യൂമേഴ്സ് ആയിരിക്കാം. അതുപോലെ തന്നെ ബ്രസ്റ്റിന്റെ സൈസിലും അതുപോലെ ഷേപ്പിലും നിറത്തിലും ഒക്കെ വ്യത്യാസം വരാം. ഓറഞ്ചിന്റെ ഒക്കെ തൊലി പോലത്തെ ഒരു സ്കിന്നായി മാറാം ബ്രസ്റ്റിന്റെ ഭാഗത്തുള്ള സ്കിന്ന്. അതുപോലെ സിവിയർ ആയിട്ടുള്ള ബ്രസ്റ്റ് പെയിൻ, നിപ്പിൾസിന്റെ ഭാഗത്ത് പെയിൻ, ഇതൊക്കെ കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും ഡിസ്ചാർജ് പോലെ കണ്ടുവരാറുണ്ട്. ബ്രസ്റ്റ് മിൽക്ക് പോലെയുള്ള ഡിസ്ചാർജുകൾ ഒക്കെ കണ്ടുവരാറുണ്ട്. അതുപോലെ ആ ഭാഗത്തെ സ്കിന്ന് വളരെ തിക്കൻഡ് ആയിട്ട് മാറാം. അതുപോലെ സ്കിന്നിലെ ചുളിവ് വരാം. നിപ്പിൾസ് അകത്തേക്ക് ഉൾവലിഞ്ഞു പോകാം. കോളർ ബോണിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ കൈയുടെ അടിഭാഗത്ത് അല്ലെങ്കിൽ ബ്രസ്റ്റിന്റെ ഭാഗത്തൊക്കെ ലിംഫ് നോഡ്സ് എൻലാർജ്മെന്റ് വരാം. ബ്രസ്റ്റിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ലംബ് പോലെ ഫീൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ എപ്പോഴും നല്ലതാണ്. പീരിയഡ്സ് കഴിയുന്ന സമയത്ത് സെൽഫായിട്ട് കൈ വെച്ച് ഒന്ന് ഫീൽ ചെയ്ത് നോക്കുക. എന്തെങ്കിലും തരത്തിലുള്ള മുഴകൾ ഉണ്ടോ എന്ന് ഫീൽ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ സ്കിന്നിൽ എന്തെങ്കിലും ചുളിവുകളോ അല്ലെങ്കിൽ നിപ്പിൾസ് ഇൻവേർഡ് ആയിട്ട് ഇരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം, കളർ ചേഞ്ചസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ ഒരിക്കലും സ്വന്തമായിട്ട് രോഗനിർണയം നടത്താതെ എപ്പോഴും ഒരു ഡോക്ടറിന്റെ കൺസൾട്ടേഷനോട് കൂടി അതിനുവേണ്ട ടെസ്റ്റുകളെല്ലാം ചെയ്ത് മാത്രമേ രോഗം സ്ഥിരീകരിക്കാൻ പാടുള്ളൂ. ബ്രസ്റ്റ് ക്യാൻസർ ആദ്യകാലങ്ങളിൽ തന്നെ ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ ട്രീറ്റ്മെന്റ് വഴി അത് ക്യൂർ ആവുന്നതുമാണ്. ബ്രസ്റ്റ് ക്യാൻസറിന്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് പാരമ്പര്യം ഒരു റീസൺ ആണ്. അതുപോലെ തന്നെ അമിതമായിട്ട് പ്രോസസ്സ് ചെയ്യപ്പെടുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക, അമിതമായിട്ട് പഞ്ചസാര അടങ്ങിയ ഭക്ഷണങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന അങ്ങനെയുള്ള ഭക്ഷണപാനീയങ്ങൾ കഴിക്കുകയാണെങ്കിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. മാത്രമല്ല പ്രത്യേകിച്ച് ആക്ടിവിറ്റി ഒന്നും ഇല്ലാതെ സെഡൻഡറി ആയിട്ടുള്ള ഒരു ജീവിതശൈലി മുന്നോട്ട് കൊണ്ടുപോകുന്നവർക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ റെഗുലർ ആയിട്ടുള്ള എക്സസൈസ്, നടത്തം, ഫിസിക്കൽ ആക്ടിവിറ്റി ഒക്കെ വളരെ പ്രധാനമാണ്.